ഹായ് ഡിയേഴ്സ്, ആഹാരവും ഔഷധവുമായ മുള്ളങ്കി വെച്ച് നമുക്കിന്നൊരു കറി ഉണ്ടാക്കാം. ദോശയ്ക്കും ചപ്പാത്തിക്കും പൂരിക്കും ചോറിനും എല്ലാറ്റിനും നല്ല കോമ്പിനേഷനാണ് ഈ കറി. അതിനായി ഒരു പിടി തുവരപ്പരിപ്പ് നല്ലപോലെ കഴുകി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കുക്കറിലിട്ട് ഒരു വിസിലിന് വയ്ക്കുക. മുള്ളങ്കി എടുത്ത് നല്ലപോലെ ക്ലീൻ ചെയ്ത ശേഷം അതിൻ്റെ തോലെല്ലാം മാറ്റി മീഡിയം പീസസായി മുറിച്ചെടുക്കണം. മുള്ളങ്കിയുടെ സ്മെൽ ചിലർക്ക് ഇഷ്ടമാവില്ല, പക്ഷെ കറി വെച്ചാൽ അതിന് ആ സ്മെൽ ഉണ്ടാവില്ല. കുട്ടികൾക്ക് ചിലപ്പോൾ ഇഷ്ടമാവില്ല, ബട്ട് അതൊരു നല്ല ഔഷധ ഗുണമുള്ള നല്ലൊരു സാധനമാണ്. ഇനി നമുക്കതിനെ വേവിച്ച പരിപ്പിലേക്ക് ഇടണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് നല്ലപോലെ ഇളക്കി വീണ്ടും കുക്കറിൽ ഒരു വിസിൽ വയ്ക്കുക. അപ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് 1/2 പിടി തേങ്ങ, 3 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളകും ഇട്ട് നല്ല ഫൈനായി അരച്ചെടുക്കാം. പ്രഷറെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് അതിലേക്ക് ഒരു തക്കാളി ചെറിയ പീസസായി മുറിച്ചിടണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് നല്ലപോലെ തിളപ്പിക്കുക. തക്കാളിയെല്ലാം വെന്ത ശേഷം നമുക്ക് നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സി ജാറിൽ വെള്ളമൊഴിച്ച് അതും ഇതിലേക്ക് ചേർക്കാം. കറിയുടെ കൺസിസ്റ്റൻസിക്ക് ആവശ്യമായത്ര ചുടുവെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി താളിക്കാനായി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് 4 ചെറിയ ഉള്ളി ചതച്ചിടുക. അതിലേക്ക് കറിവേപ്പിലയും 2 ഉണക്കമുളകും ചേർത്ത് നല്ലപോലെ വഴറ്റി നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മുള്ളങ്കി കറി റെഡിയായി. ഇനി നമുക്ക് ചോറ് കഴിക്കാം. നല്ല ചൂട് ചോറ്, ഒരു ബുൾസൈ ഉണ്ടാക്കിയിട്ടുണ്ട്. റാഡിഷ് എല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. അതെല്ലാം കൂട്ടി കുഴച്ച് ഒരല്പം മുട്ടയും എടുത്ത് നമുക്കൊരു പിടി പിടിക്കാം കൂട്ടുകാരെ. താങ്ക് യു ഡിയേഴ്സ്.